ഹൈവേ പോലീസിന്റെ വണ്ടിയും ഞങ്ങളും തമ്മിൽ വളരെ കുറച്ചകലമേയുള്ളൂ. ബുള്ളറ്റെടുത്ത് ഇറങ്ങാൻ തോന്നിയ നിമിഷത്തിൽ ഞാൻ സ്വയം ശപിച്ചു. വേണ്ടിയിരുന്നില്ല. ഒന്നുകൂടി കൈകൊടുത്ത് ഞാൻ ബുള്ളറ്റ് പറപ്പിച്ചു. പക്ഷെ ഹൈവേ പോലീസിന്റെ വണ്ടി മിന്നല് പോലെ ഞങ്ങളെ ഓവർടേക്ക് ചെയ്തു. വഴി വിലങ്ങി നിന്നു. മുട്ടിയെന്ന രീതിയിൽ ബുള്ളറ്റും. നുഴഞ്ഞിറങ്ങിയ ലഹരി മുഴുവനും ആവിയായിപ്പോയി. ഹൈവേ പോലീസ് വാഹനത്തിൽ നിന്ന് ചാടിയിറങ്ങി ഞങ്ങൾക്ക് സമീപമെത്തി. വണ്ടി സൈഡിലേക്ക് മാറ്റി ഒതുക്ക്, യേസു കൽപ്പിച്ചു. അതോടെ ഞങ്ങൾ ബുള്ളറ്റിൽ നിന്നും ഇറങ്ങി വണ്ടി സൈഡിലേക്ക് മാറ്റിവെച്ചു. സാറേ, ഞങ്ങൾ നൈറ്റ് റൈഡിന് ഇറങ്ങിയതാണ്. രാത്രിയിൽ നീയൊക്കെ എവിടെ പോകാനിറങ്ങിയതാടി? അയാൾ ഞങ്ങളെ ആപാത ചൂടാമെന്ന് വിശ്വസിച്ചു. ഞാൻ ധൈര്യസമേതം മറുപടി നൽകി. അത് ശരി, മദ്യപിച്ചിട്ടാണല്ലേ വാഹനം ഓടിച്ചത്? നിനക്കൊന്നും അറിയില്ലേ നിയമങ്ങളൊന്നും. ഞങ്ങൾ അനങ്ങാതെ നിന്നു. ഒരു പോലീസുകാരനെ കൊണ്ട് ഞങ്ങൾ മെഷീനിൽ ഊതിപ്പിച്ചു. മദ്യം കഴിച്ചിട്ടുണ്ടെന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. രണ്ടുപേരെയും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്യണം. എസ് ഐ ഉത്തരവിട്ടതും കുറച്ച് പ്രായമുള്ള പോലീസുകാരൻ അയാളുടെ ചെവിയിൽ എന്തോ മന്ത്രിച്ചു. എസ് ഐ ഇടയ്ക്കിടെ ഞങ്ങളോട് ശ്രദ്ധിക്കുന്നുണ്ട്. നീ നന്ദൻ മോഹനന്റെ മകളാണോ? അതെ. എൻ്റെ പപ്പ നാട്ടിൽ അറിയപ്പെടുന്ന പൊളിറ്റീഷ്യനാണ്. ഭരണ പാർട്ടിയിലെ പ്രമുഖനും നാട്ടുകാർക്കും പാർട്ടിക്കാർക്കും പ്രിയപ്പെട്ടവൻ. പാരമ്പര്യമായി തറവാട് സ്വത്ത് പപ്പക്കുണ്ട്. അതിൻ്റെ അഹങ്കാരമുണ്ട് എനിക്ക്. മമ്മി എപ്പോഴും പറയും പപ്പയാണ് എന്നെ ചീത്തയാക്കുന്നതെന്ന്. മമ്മിക്ക് എന്നോട് സ്നേഹം കുറവാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. നാവെടുത്താൽ എന്നിൽ കുറ്റമേ കണ്ടെത്തുകയുള്ളൂ. അദ്ദേഹത്തിൻ്റെ മകളായിട്ടാണോ നീ ഇങ്ങനെയൊക്കെ? കൂടെയുള്ളതാരാ? എൻ്റെ കൂട്ടുകാരി ടെസ്സ. ഞങ്ങൾ ഒരേ ബാച്ചാണ്. ശരി, എന്തായാലും രണ്ടും കൂടി ജീപ്പിൽ കയറിക്കോ. ഞങ്ങൾ രണ്ടും ഒന്നും മിണ്ടാതെ ജീപ്പിൽ കയറി. ഒരു പോലീസുകാരൻ ബുള്ളറ്റുമെടുത്ത് ജീപ്പിന് പിന്നാലെ വന്നു. പോലീസ് സ്റ്റേഷനിൽ ജീപ്പ് വന്നു നിന്നു. ഇറങ്ങിക്കോ, ഒരു പോലീസുകാരൻ വന്ന് കൽപ്പിച്ചതോടെ ഞങ്ങൾ ജീപ്പിൽ നിന്നും ഇറങ്ങി സ്റ്റേഷനിൽ കയറിയിരുന്നു. ദാ അവിടെ ഇരുന്നു. പോലീസുകാരൻ ചൂണ്ടിയ ഭാഗത്തെ ചെയറിൽ ഞങ്ങളിരുന്നു. അകത്തേക്ക് കയറിയ എസ് ഐ പെട്ടെന്ന് ഇറങ്ങി വന്നു. അയാളെ ഞാൻ നന്നായി ശ്രദ്ധിച്ചു. പോലീസ് സ്റ്റേഷനിൽ വന്നപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഞങ്ങളെ പിടിച്ചത് ഹൈവേ പോലീസ് അല്ലെന്നും സ്ഥലം ആറ്റിങ്ങൽ പോലീസ് സ്റ്റേഷനുമാണെന്ന്. രാവിലെ ഇവരുടെ രക്ഷകർത്താക്കൾ വന്നിട്ട് വിട്ടയച്ചാൽ മതി. അപ്പോഴേക്കും ഞാനും ഇങ്ങെത്താം. ശരി സാർ. പോലീസുകാരൻ അറ്റൻഷനായി സല്യൂട്ട് കൊടുത്തു. എനിക്കുള്ളിൽ ചിരി വന്നു. തൃശ്ശൂരിലുള്ള പപ്പ എങ്ങനെ രാവിലെ ഇവിടെ എത്തുക? എങ്ങനെ ആയാലും അവിടെ നിന്ന് ഇവിടെ എത്താൻ 6 മണിക്കൂറെങ്കിലും എടുക്കും. മോള് ചിരിക്കണ്ട. സാർ എപ്പോഴും പിടിച്ചു. മോളുടെ പപ്പയെ വിളിച്ചിട്ടുണ്ട്. അദ്ദേഹം രാവിലെ 9 മണി ആകുമ്പോഴേക്കും ഇങ്ങെത്തും. ഞാൻ ഞെട്ടിപ്പോയി. ഇങ്ങനെ ഒരു നീക്കം ഞാൻ പ്രതീക്ഷിച്ചില്ല. എൻ്റെ പപ്പയെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ആ പോലീസുകാരൻ ചിരിച്ചു. നന്ദൻജിയെ ആരാണോ അറിയാത്തത്? ഞാൻ ഒരിക്കൽ എൻ്റെ സ്ഥലമാറ്റത്തിനായിട്ട് അദ്ദേഹത്തിൻ്റെ കാണാനൊരിക്കൽ വന്നിട്ടുണ്ട് വീട്ടിൽ. മോളെയും ഞാൻ കണ്ടിട്ടുണ്ട്. നീ പേടിക്കാതെടി, വരുന്നത് വരട്ടെ. പോലീസ് ക്വാർട്ടേഴ്സ് അവിടെ അടുത്ത് തന്നെയായിരുന്നു. ഒരു വനിതാ പോലീസിനെയും കൂട്ടി ഞങ്ങൾ അവിടേക്ക് അയച്ചു. പ്രഭാത കർമ്മങ്ങൾ കഴിഞ്ഞു ഞങ്ങൾ തിരികെ വരുമ്പോൾ ഫുഡും റെഡി. നന്നായിട്ട് ഫുഡും കഴിച്ചു ഞങ്ങൾ വീണ്ടും അവിടെ ഇരുന്നു. 10 മണി കഴിഞ്ഞു എസ് ഐ വരാൻ. പപ്പയും എത്തിയപ്പോൾ സമയം 10:30 കഴിഞ്ഞു. പപ്പയുടെ കൂടെ മമ്മയെ കണ്ടതോടെ ഞാൻ ഞെട്ടി. മമ്മി എന്നെ രൂക്ഷമായി നോക്കിയിട്ട് അവർ എസ് ഐയുടെ ക്യാബിനിൽ കടന്നു. കുറച്ച് കഴിഞ്ഞ് ഞങ്ങളെയും അവിടേക്ക് വിളിപ്പിച്ചു. ഈ കേൾക്കുന്നതൊക്കെ ശരിയാണോ മോളെ? പപ്പയുടെ ചേതം കേട്ടതോടെ മനസ്സ് കലങ്ങി. ശരിയാണ് പാപ്പ. ഞാൻ തല കുനിച്ചു. സാർ, കേസാക്കിക്കോ. എൻ്റെ മകളാണെന്നൊരു പരിഗണനയും വേണ്ട. പപ്പ വല്ലാത്ത കലിപ്പിലാണെന്ന് എനിക്ക് മനസ്സിലായി. മമ്മി ശരിക്കും വിഷം കുത്തിവെച്ചിട്ടുണ്ട്. വേണ്ട സാറേ, കേസാക്കണ്ട. ഞങ്ങൾക്ക് നാണക്കേടാണ്. മമ്മിയുടെ അഭിപ്രായം മറിച്ചായിരുന്നു. എന്തായാലും 2 പെൺകുട്ടികളായതിനാൽ ഞാൻ കേസൊന്നും ചാർജ് ചെയ്യുന്നില്ല. പെറ്റിയും അടിക്കുന്നില്ല. എന്തെങ്കിലും രീതിയിൽ വാർത്ത ചോർന്നാൽ വല്ല മഞ്ഞപ്പത്രത്തിലും വരും. പെൺകുട്ടികൾക്ക് അത് ദോഷമായി ബാധിക്കും. എസ് ഐ ഞങ്ങളെ വെറുതെ വിട്ടു. പപ്പയും അമ്മയും കൂടെ ഞങ്ങളുടെ കോളേജ് ഹോസ്റ്റലിലെത്തി. ഇന്നുകൊണ്ട് തീർന്നു നിന്റെ പഠിത്തം. ഇനി വീട്ടിൽ നിന്നാൽ മതി. പപ്പ പ്ലീസ് മമ്മിയോടൊന്ന് പറയും. ഞാൻ ഇങ്ങനെയൊന്നും ആവർത്തിക്കില്ല. ഞാൻ പറയുന്നത് പപ്പക്കും സമ്മതമായിരുന്നില്ല. അതിനാൽ എനിക്ക് അവരുടെ കൂടെ വീട്ടിലേക്ക് മടങ്ങേണ്ടി വന്നു. നൊമ്പരം അസഹ്യമായതോടെ ഞാൻ പൊട്ടിക്കരഞ്ഞു. കൂട്ടുകാരുടെ യാത്ര പറഞ്ഞ് ഞാൻ കാറിൽ ചെന്ന് കയറി. എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ട്. യാത്രക്കിടെ ഞങ്ങൾ പരസ്പരം സംസാരിച്ചിരുന്നില്ല. വൈകുന്നേരമായതോടെ ഞങ്ങൾ തൃശ്ശൂർ വീട്ടിലെത്തിയ ഉടനെ മമ്മി കോഴ്സ് വിസ്താരം തുടങ്ങി. അമ്മയുടെ വാക്കുകളുടെ പരിഹാസം എനിക്ക് പെട്ടെന്ന് മനസ്സിലായി. അവിശ്വസനീയതയോടെ ഞാൻ പപ്പയെ തുടിച്ചു നോക്കി. പപ്പ അങ്ങനെ പറഞ്ഞതോടെ ഞാനാകെ തളർന്നു പോയി. പ്ലീസ് പപ്പ മാത്രം അങ്ങനെ പറയരുത്. എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഞാൻ പൊട്ടിക്കരഞ്ഞു പോയി. എവിടെയോ എന്തൊക്കെ തകരാറുകൾ സംഭവിച്ചിട്ടുണ്ട് എൻ്റെ മനസ്സ് പറഞ്ഞു. കാരണം എൻ്റെ പപ്പ ഒരിക്കലും ഇങ്ങനെ ആയിരുന്നില്ല. ഇനി നീ പഠിക്കുവൊന്നും വേണ്ട. നിന്റെ കല്യാണം ഞങ്ങൾ ഉറപ്പിച്ചു. ശരണുമായിട്ട്.
നോ പപ്പ, അതൊരിക്കലും നടക്കില്ല. ശരണുമായി ഞാൻ സെറ്റാകില്ല. മമ്മിയുടെ ഒരേ ആങ്ങളുടെ മകനാണ് ശരൺ. തനി വഷളൻ, പെണ്ണുപിടിയനും സ്ഥിരം മദ്യപാനിയും വഴക്കാളിയുമാണ്. വീട്ടിൽ വരുമ്പോൾ അവൻ്റെ തുറിച്ച നോട്ടമെന്ന് നെഞ്ചിൽ തന്നെയാണ്. പിന്നെ ആശ്രയിച്ചുള്ള കമൻറ്റുകളും. എൻ്റെ വിവാഹകാര്യം പലപ്പോഴും ശരണുമായി നടത്തണമെന്ന് മമ്മി പപ്പയെ പ്രസ് ചെയ്യാറുണ്ട്. അപ്പോഴും പപ്പ പറയാറുണ്ട്, നിന്റെ ഇഷ്ടം, അത് ഞങ്ങൾക്കും നടത്തിയുള്ളൂ. എന്നിട്ടിപ്പോൾ ആ ശരണുമായിട്ട് വിവാഹം നടത്താൻ പപ്പ തയ്യാറാകണമെങ്കിൽ അത്രമേൽ സമ്മർദ്ദം പപ്പയിൽ ഉണ്ടായിക്കാണും. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അവനുമായുള്ള കല്യാണത്തിന് ഞാൻ സമ്മതിക്കില്ല. നീ ഞങ്ങളുടെ മകളാണെങ്കിൽ ഞാൻ ആ കല്യാണം നടത്തിയിരിക്കും. പപ്പ പ്ലീസ്, ഒരു പിച്ചക്കാരനെ കെട്ടാൻ പറഞ്ഞാലും സന്തോഷത്തോടെ ഞാൻ സ്വീകരിക്കാം. എല്ലാം അറിഞ്ഞുകൊണ്ട് ശരണെ എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. കോളേജിലെ ഏറ്റവും ബോൾഡായ പെൺകുട്ടിയെന്ന് എല്ലാവരും വിളിച്ചിരുന്നു ഞാൻ. പപ്പയുടെ കാലിൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞു ഞാൻ ഉറക്കെ ഏലറി. പപ്പയുടെ കണ്ണിൽ എന്നോടുള്ള വാത്സല്യം എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. പട്ട് പപ്പയത് മറച്ചു പിടിക്കുകയാണ്. നീ ആരാണെന്ന് എനിക്കറിയണോ? നിന്റെ പപ്പയോട് ചോദിക്കുക. ഇല്ലെങ്കിൽ ഞാൻ തന്നെ പറയാം. ഏതോ ഒരുത്തി പ്രസവിച്ചു തെരുവോരത്തെറിഞ്ഞ ഒരുത്തിയെ 19 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ എടുത്തു വളർത്തി. ആ സന്തതിയാണ് നീ. ഭ്രാന്തിയെപ്പോലെ ഞാൻ പപ്പയെ കുലുക്കി വിളിച്ചു. ആർക്കറിയാം നീ ഏത് വിഹിതത്തിൽ ജനിച്ചതാണെന്ന്. വിരലുകൾ ചൂണ്ടി ഞാൻ മമ്മിയുടെ അടുത്തേക്ക് ചെന്നു. അഗ്നി, അവളെ തൊട്ടുപോകരുത്. 2 മാസം പ്രഗ്നൻ്റാണ് അവൾ. പപ്പയിൽ നിന്ന് അടുത്ത വാർത്ത കൂടി കേട്ടതോടെ വിശ്വാസം വരാതെ ഞാൻ മമ്മിയെ നോക്കി. പരിഹാസമായിരുന്നു അവരുടെ ചുണ്ടിൽ. ചുമ്മാതല്ല പുതിയ മാറ്റത്തിന് കാരണം. ആരോടും ഒന്നും മിണ്ടാതെ പരിഭവപ്പെടാതെ ആ കൊട്ടാരത്തിൽ നിന്ന് ഞാൻ പടിയിറങ്ങി. എന്നേക്കുമായി എൻ്റെ യഥാർത്ഥ മാതാപിതാക്കളെ തേടിയൊരു യാത്ര.